അയ്യോ രണ്ടുപേരും കിട്ടി കേട്ടോ. രണ്ടുപേരും ഒരുപോലെ നിൽക്കുമായിരുന്നു കേട്ടോ. കൈ പിടിച്ചേക്കുമായിരുന്നു കേട്ടോ. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പം നിൽക്കുന്നത് തൃക്കൊടിത്താനത്താണ്. എൻ്റെ തൊട്ട് പുറകെ കാണുന്ന ഈ പാറക്കുളത്തിലാണ് ഇന്ന് ഇപ്പം 2 കുട്ടികൾ മുങ്ങി മരിച്ചത്. അപ്പോൾ അവരിവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടുന്ന് കാല് തെന്നിപ്പോയതാണ്. അപ്പോൾ അടുത്തയാൾ രക്ഷിക്കാൻ ചാടിയതാണ്. അപ്പോൾ 2 പേരും അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഈ സ്ഥലത്തിൻ്റെ പേര് ചെമ്പുപുറം എന്നാണ്. അപ്പോൾ ഈ പാറക്കുളത്തിൽ ഇതിനു മുമ്പ് 2 കുട്ടികളും ഇതുപോലെ തന്നെ മരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ നടന്ന അപകടം. ചെങ്ങണായിൽ നിന്ന് നേരെ തൃക്കൊടിത്താനത്തിനുള്ള വഴിയാണ്. അവിടെ മോസ്കോ കവല വരും. മോസ്കോ കവലയിൽ നിന്ന് സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടൊരു ചെറിയ വഴിയുണ്ട്. ഈ വഴിയാണ് ഈ പാറക്കുളത്തിലേക്ക് പോകുന്ന വഴി. ഈ വഴി നേരെ ചെല്ലുന്നത് പൊൻപുഴ ശാസ്താക്ഷേത്രത്തിന് അങ്ങോട്ടാണ്. ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ഉപയോഗശൂന്യമായ പാറക്കുളം. അത് ഏറെക്കുറെ 10 ഏക്കർ സ്ഥലത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ സ്ഥലം മുഴുവൻ പാറക്കുളമായിരുന്നു. അപ്പം 10-20 വർഷമായിട്ട് ഇവിടെ പാറ പൊട്ടിയിലൊന്നുമില്ല. അപ്പോൾ അത് കാരണം വെള്ളം നിറഞ്ഞ് മീനൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ മുഴുവൻ ചൂണ്ടയിടീരുകാരാണ്. മിക്കപ്പോഴും കുട്ടികളാണ് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ 2 അപകടത്തിൽ 2 പേര് മരണപ്പെട്ടായിരുന്നു. അത്രയ്ക്കും ആഴമുള്ളതാണ് പറഞ്ഞത്. മുകളിൽ നോക്കിയാൽ ഈ കല്ലെടുക്കാൻ വരുന്ന ലോറിയൊക്കെ പൊട്ടുപോലെ കാണത്തുള്ളതെന്ന് പറഞ്ഞാൽ അതുപോലെ ആഴമുള്ളൊരു പാറക്കുളമാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശം നിങ്ങൾക്ക് കാണാം. ഈ സൈഡിൽ കൂടെയാണ് അങ്ങോട്ട് നമുക്ക് ചൂണ്ടയിടാൻ പോകുന്ന വഴി. ഇതൊരു തിട്ടയാണ്. ഇവിടുന്ന് സ്വല്പം കൂടെ മുന്നോട്ട് പോയിടത്താണ് അപകടം ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഈ പണ്ട് കാലത്ത് വെടിമരുന്നൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ 2 കോൺക്രീറ്റിൻ്റെ ഇതാണ്. ഇവിടെയാണ് ഈ പാറ പൊട്ടിയിട്ടുണ്ടായ സമയത്ത് വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നത്. ഇവിടെയാണ് അപകടം നടന്നത്. ഉണ്ടോ, കുട്ടികളുടെ ചെരുപ്പ് എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അവരുടെ ചെരുപ്പ് ഈ സൈഡിൽ ഇരുന്നുകൊണ്ടാണ് അവർ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെ ചൂണ്ടയെല്ലാം കിടക്കുന്നുണ്ട്. അവരെടുത്ത ചൂണ്ടയൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ പാറയെല്ലാം പായൽ പിടിച്ച് കിടക്കുകയാണ്. ഉണ്ടോ, അവിടുന്ന് താഴോട്ട് തെന്നിപ്പോയതാണ് ഇവർ. അത്ര ആഴത്തിൻ്റെ ഒന്നും പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് അത്ര അറിയത്തില്ല. ഇതിൻ്റെ എന്തുമാത്രം ആഴം ഉണ്ടെന്നൊന്നും അവർക്കറിയത്തില്ല. ഇത് പൊൻപുഴ ശാസ്താക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് അഴകാത്തുപടി പന്നിക്കൊമ്പ് പുതുപ്പറമ്പ് വീട്ടിൽ പരേതനായ അനീഷിൻ്റെയും ആശ ദമ്പതികളുടെ മകൻ ആദർശാണ് ഒരു കുട്ടി, 15 വയസ്സുള്ള. ആശയുടെ സഹോദരി മാങ്ങാനം മാധവശ്ശേരി ആലീസിൻ്റെ മകൻ അഭിനവാണ് 2ാമത്തെ ആൾ. ഇവർ 2 പേരുമാണ് ഇന്ന് മുങ്ങി മരിച്ചത്. അപ്പം ഇതിൻ്റെ അകത്ത് ആദർശൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അമ്പലത്തിന് ചേർന്ന തൊട്ട് സമീപത്തോടെ ഒരു ചെറിയ വഴിയാണ്. അതിലെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേനാണ് ആദർശൻ്റെ വീട്. ആദർശ് വല്യച്ഛൻ പാപ്പൻ്റെയും വല്യമ്മ അമ്മണിയുടെയും കൂടിയാണ് താമസം. ഇന്നലെയാണ് അഭിനവ് അഴകാത്തുപടി വീട്ടിലെത്തിയത്.
ആദർശിന് പനിയായിരുന്നാൽ 4 ദിവസമായിട്ട് സ്കൂളിലും പോയിരുന്നില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആദർശ്, അഭിനവ് അടങ്ങുന്ന 4 അംഗ സംഘം ചെമ്പുംപുറത്തുള്ള ഈ പാറമടക്കുളത്തിൻ്റെ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി പോയത്. ഇതിലെയാണ് അഭിനവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി. ചെറിയൊരു ഇടവഴിയാണ്. അതിൽ സ്വല്പം മുന്നോട്ട് പോകുമ്പോഴത്തേനാണ് അവരുടെ വീട്. അഭിനവിൻ്റെയും ആദർശിൻ്റെയും മൃതദേഹങ്ങൾ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇത് മന്ദിരത്തിൻ്റെ അവിടുന്ന് ആനത്താനത്തിന് പോകുന്ന വഴിയാണ്. ഈ വലത്തോട്ടുള്ള വഴി കയറണം. ഇവിടെയാണ് അഭിനവിൻ്റെ വീട്. ഇവിടുന്ന് സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഇവിടുന്ന് ലെഫ്റ്റോട്ടൊരു കയറ്റമാണ്, നല്ല കുത്ത് കയറ്റാണ്. ആ കയറ്റം കയറി ചെല്ലുമ്പോഴാണ് അഭിനവിൻ്റെ വീട്. ഇത് മന്ദിര ആശുപത്രിയാണ്. അപ്പം ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം കൊണ്ടുവരുന്ന വഴിയാണ്. രണ്ട് മൃതദേഹങ്ങളും മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരുപോലെയാണ് പോകുന്നത്. ആദർശൻ്റെ മൃതദേഹം ചങ്ങനാശ്ശേരിയിൽ ഒരു ഹോസ്പിറ്റലിൽ മോർച്ചറി വെച്ചിരിക്കുകയാണ്. അത് സംസ്കാരം നാളെ നടക്കും. അഭിനവിൻ്റെ മൃതദേഹം ഇന്ന് മന്ദിരം ഹോസ്പിറ്റലിൽ മോർച്ചറി വെച്ചിട്ട് തിങ്കളാഴ്ച തന്നെ സംസ്കാരം എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്.